ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, കർത്താവും ലോകരക്ഷിതാവുമായ മരിച്ച് ഉയർത്ത് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ദിനത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതെ, 2025 ഉയിർപ്പിൻ ദിനങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയിർപ്പിൻ്റെ ദിനത്തെ അനുസ്മരിക്കുന്ന ദിനമാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമുക്കും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, നമ്മെ തന്നെ സമർപ്പണം ചെയ്യുവാൻ, ഉയിർപ്പിൻ്റെ സന്തോഷം ഹൃദയത്തിൽ അനുഭവിപ്പാനും നമ്മുടെ പ്രവൃത്തികളിലേക്ക് അതിനെ നയിക്കുവാനുമൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചിരിക്കുകയാണ്. കർത്താവിന് സ്തുതിസ്തോത്രം അർപ്പിക്കാം. പ്രത്യേകിച്ചും നീമതി യേശുവേ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരിലുള്ള ഉയിർപ്പിൻ ആശംസകൾ എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ആരാധിക്കുന്നത് ഉയർത്ത ക്രിസ്തുവിനെയാണ്, ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവിന്. ഈ കർത്താവിലുള്ള സന്തോഷം പ്രിയമുള്ളവരെ അനുഭവിച്ചറിഞ്ഞവർക്ക് എത്ര തന്നെ അത് പ്രകടിപ്പിച്ചാലും മതിയാകില്ല. അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കാക്കുന്നു. നാം എല്ലാവരും ഭാഗ്യമുള്ളവരാണ്, ഭാഗ്യശാലികളാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഉയർത്ത ക്രിസ്തുവിനെ ആരാധിക്കുവാനുള്ള ഭാഗ്യം, ആ ക്രിസ്തുവിൻ്റെ മക്കളായിത്തീരുവാനുള്ള ഭാഗ്യം, ആ ക്രിസ്തുവിനെ അനുഗമിപ്പാനുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ ഈസ്റ്റർ ദിനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ സ്മരണകൾ പുതുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് എത്ര വലിയവൻ, എത്ര നല്ലവൻ കർത്താവ്. ഞങ്ങൾ എത്ര ഭാഗ്യമുള്ളവർ അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഈ ആയുസ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാവിധമായ അനുകൂല സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ നാഥ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പുതിയ ഉണർവും, ഒരു പുതിയ പ്രതീക്ഷയും, പുതിയ ശക്തിയും നവോത്ഥാനവും ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയാൽ നിറ കൃപയും ബലപ്പെടുത്തണം. കേൾവിക്കാരായ എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരണമേ. യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിൻ്റെ ഒടുവിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചത് ആരായിരുന്നു? അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട 2 ശിഷ്യന്മാർ ആയിരുന്നു കഴുതക്കുട്ടിയെ അഴിച്ച് യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചത്. പ്രത്യേകിച്ചും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ എല്ലാവരോടും പ്രത്യേക നന്ദി, ആൻസർ രേഖപ്പെടുത്തിയ എല്ലാവരുടെയും നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് തുറന്ന കല്ലറയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും എന്ന ചിന്താവിഷയമാണ്. ലൂക്കോസ് വിശേഷം 24-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവൻ ഇവിടെയില്ല, അവൻ ഉയിർത്തിരിക്കുന്നു. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? തുറന്ന കല്ലറയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും. പ്രിയരെ, തുറന്ന കല്ലറ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്? എന്ത് സന്ദേശമാണ് നിങ്ങൾ തുറന്ന കല്ലറയിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്? ഡു യു ബിലീവ് ദാറ്റ് ജീസസ് ഈസ് റിസൺ? യേശു ഉയർത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ 2, ആ ഉയർത്ത ക്രിസ്തു ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 3, ഉയർത്ത ക്രിസ്തുവിൻ്റെ ഏതെങ്കിലും പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? 4, ഉയർത്ത ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥ ദൈവ പൈതലെങ്കിൽ നിങ്ങൾ പറയും, യെസ്, തുറന്ന കല്ലറ നൽകുന്നത് യേശു ഉയർത്തു എന്നതാണ്. ശരിയല്ലേ?
തുറന്ന കല്ലറയിലൂടെ മനസ്സിലാക്കുന്നത് ഞാൻ ആരാധിക്കുന്നത് ജീവനുള്ള കർത്താവിനെ, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഉയർത്ത ക്രിസ്തുവിനെയാണ്. ഈ ലോകം മുഴുവനും ഇന്ന് സത്യവേദ പുസ്തകത്തിലൂടെ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: ഈ കാലഘട്ടത്തും മുൻ കാലഘട്ടങ്ങളിലും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തും നമ്മെ നിരാശ ഭരിക്കുന്നുണ്ടോ? നാം എപ്പോഴെങ്കിലും അവിശ്വസിക്കുന്നുണ്ടോ? നാം എവിടെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? നിരാശ, വിഷാദം, അവിശ്വാസം, ഭയം, ഈ ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നു എങ്കിൽ ഞാൻ പറയട്ടെ, എവിടെയോ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നിങ്ങളിൽ നിരാശയുണ്ടെങ്കിൽ, നിങ്ങളിൽ വിഷാദമുണ്ടെങ്കിൽ, നിങ്ങൾ അവിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളിൽ ഭയമുണ്ടെങ്കിൽ, ഞാൻ പറയുകയാണ്, നിങ്ങൾ എവിടെയോ ചില നെഗറ്റീവ് നിഷേധാത്മകമായ ചിന്തകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. യെസ് പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്നത് മരിച്ച് ഉയർത്ത കർത്താവിനെയാണ്. അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സത്യങ്ങളുണ്ട്, നഗ്ന സത്യങ്ങൾ. ഈ കാലഘട്ടത്തിൽ പ്രിയരെ, അനീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു ഭാഗത്ത്. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കാത്തവനും വചനമനുസരിക്കാത്തവനുമായ ക്രൈസ്തവൻ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ശരിയല്ലേ? അല്ലെ? ദുഷ്ടൻ പ്രബലനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മർത്യൻ പ്രബലനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവിക സത്യങ്ങൾക്ക് വിരുദ്ധമായി ഇന്ന് മനുഷ്യൻ പ്രബലതയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മറുഭാഗത്ത് പ്രാർത്ഥിക്കുന്നവനും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും വചനം പ്രമാണിക്കുവാൻ ആഗ്രഹിക്കുന്നവനും വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവനും എന്താണ്? ഞെരുക്കത്തിലൂടെ, കഷ്ടതയിലൂടെ, ഇടുങ്ങിയ അനുഭവത്തിലൂടെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കുന്നില്ലേ? ഉള്ളിൽ നിന്നുള്ള ചോദ്യം, വേർ ഈസ് ഗോഡ്? ഉയർത്ത ക്രിസ്തു എവിടെ? ഇതൊന്നും കാണുന്നില്ലേ? അല്ലെ? ഇതൊന്നും കാണുന്നില്ലേ? കർത്താവ്, ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യോബ് പറഞ്ഞു, ഇന്നലകളിൽ ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും ഞാൻ ദൈവത്തെ ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതും യാഗങ്ങൾ അർപ്പിച്ചതും ഒക്കെ വെറുതെയായിപ്പോയോ? പ്രാർത്ഥന കഴിച്ച് വെറുതെയായിപ്പോയോ? എന്തുകൊണ്ട് ഞാൻ ഈ അനർത്ഥങ്ങൾ നേരിടുന്നു? എന്തുകൊണ്ട് ഞാൻ ഈ കഷ്ടതകൾ നേരിടുന്നു? വെർ ഈസ് ഗോഡ്? ദൈവം എവിടെ? പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഈ ദിനങ്ങൾ നാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രയുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഒരുപാട് സംശയങ്ങളും ഭയവും ആശങ്കയും നിറഞ്ഞ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലാണ് നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്കത് നോ പറയുവാൻ കഴിയില്ല. നിങ്ങൾ ഇരിക്കുന്നത് ദൈവാലയത്തിലാകാം, നിങ്ങളുടെ കരങ്ങളിൽ വേദപുസ്തകമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ 5ഓ 8ഓ വേദപുസ്തകം ഉണ്ടാകാം. നിങ്ങൾ നേർച്ച കൊടുക്കുന്നവരാകാം, കാണിക്കൽ കൊടുക്കുന്നവരാകാം, ദശാംശം കൊടുക്കുന്നവരാകാം, പള്ളി വെച്ച് കൊടുക്കുന്നവരാകാം, മിഷണറിയെ സഹായിക്കുന്നവരാകാം, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാകാം, വസ്ത്രം കൊടുക്കുന്നവരാകാം, പഠിക്കുവാൻ കഴിയില്ലാത്തവരെ സഹായിക്കുന്നവരാകാം, വലുതും ചെറുതുമായ ചാരിറ്റികൾ ചെയ്യുന്നവരാകാം, നോമ്പെടുക്കുന്നവരാകാം. പക്ഷെ ചോദ്യം, നിങ്ങൾ ദൈവപ്രവൃത്തിയെ സംശയിക്കുന്നവരല്ലേ? നിങ്ങൾക്ക് ദൈവപ്രവൃത്തിയിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ പറയും, യെസ്, വിശ്വാസമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ദൈവമേ എന്ന് ചില വേളകൾ നിങ്ങൾ ചോദിച്ചു പോകുന്നു. ആമേൻ. എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിലാകട്ടെ, സൊസൈറ്റിയിലാകട്ടെ, ഒരനർത്ഥം വന്ന് വീഴുമ്പോൾ തകർക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു വലിയ അനർത്ഥം നേരിടുമ്പോൾ ദൈവമേ, എന്തുകൊണ്ട് ദൈവമേ എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ? ചോദിച്ചവർ ഉണ്ടായിരുന്നു. എപ്പോൾ? കർത്താവായ യേശു ക്രിസ്തുവിന് 30 വെള്ളിക്കാശിന് യൂദ ഒറ്റിക്കൊടുത്ത സമയം തുടങ്ങി. മഹാപുരോഹിതന്മാരുടെ കരങ്ങളിൽ നിന്നും കാശ് വാങ്ങി ഒറ്റിക്കൊടുത്ത സമയം തുടങ്ങി. ഇതാ കഷ്ടതയുടെ യാത്ര തുടങ്ങുകയാണ്. തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് 3 വട്ടം തള്ളിപ്പറയുകയാണ്. ശിഷ്യന്മാരെല്ലാം ചിതറിയോടുകയാണ്. ഇതാ കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിലേക്കുള്ള യാത്രയിലേക്ക് കൊണ്ടുപോയാണ്. ഒരു രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. പീഡനങ്ങൾ, കഷ്ടതകൾ, തടവറകൾ. പിറ്റേന്ന് രാവിലെ മുതൽ വീണ്ടും തുടങ്ങി. എന്തോരം പീഡനങ്ങൾ, എന്തോരം പ്രയാസങ്ങൾ.
അവസാനം കുരിശിലേറ്റിയ സമയം, അല്ലെ, മരിക്കാറായി കിടക്കുന്ന സമയത്ത് ചോദിച്ചില്ലേ, വെർ ഈസ് ഗോഡ്? ദൈവം എന്ന സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ മനുഷ്യന് ഈ ഗതി വരുമായിരുന്നില്ല. ന്യായം ചെയ്യുന്ന, നീതി പ്രവർത്തിച്ച, ദേശത്തെ, രാജ്യത്തെ, കുടുംബത്തെ സ്നേഹിച്ച, ചേർത്ത് പിടിച്ച രക്ഷകനായ യേശുവിന് ഈ ഗതി വരികയില്ലായിരുന്നു. വേർ ഈസ് ഗോഡ്? ദൈവം എവിടെ? ദൈവം എവിടെ? എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ദൈവം എവിടെ? ഞാൻ ചേർത്ത് പിടിച്ചല്ലോ ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചല്ലോ ദൈവമേ, ഞാൻ കാണിക്കകൾ കൊടുത്തല്ലോ ദൈവമേ, ഞാൻ ആലയത്തിൽ ഒരു ആരാധന പോലും മുടക്കിയിട്ടല്ലോ ദൈവമേ, എൻ്റെ ദൈവമേ നീ എവിടെ? സാഹചര്യങ്ങൾ മാറി മാറി വരുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മളുടെ ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഈ ഈസ്റ്റർ ദിനത്തിൽ ഞാൻ പറയട്ടെ, എവിടെയൊക്കെയോ നാം ഇപ്പോഴും ദൈവത്തെ സംശയിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ നാം ഇപ്പോഴും ദൈവത്തിൽ അവിശ്വാസം പുലർത്തുന്നുണ്ട്. ദൈവത്തോട് അവിശ്വാസം പുലർത്തുന്നുണ്ട്. ദൈവിക സത്യങ്ങളെ, മർമ്മങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് കേൾവിക്കാരായ നിങ്ങൾക്ക് മാത്രമല്ല, പ്രസംഗിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെയാകാം പ്രിയമുള്ളവരെ. ജീവിതത്തിൽ പച്ചയായ വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോഴുണ്ടല്ലോ, എവിടെയൊക്കെ ചോദിച്ചു പോവുകയാണ്, ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെയൊക്കെ അനർത്ഥം നേരിടുന്നു എന്നൊക്കെ അറിയാതെ ചോദിച്ചു പോകുന്ന അനുഭവങ്ങൾ. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലനക്കാരത്തി മറിയ യേശുവിനെ അടക്കിയ കല്ലറയ്ക്കൽ ചെല്ലുകയാണ്. സുഗന്ധവർഗങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ചെല്ലുകയാണ്, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ മഗ്ദലനക്കാരത്തി മറിയയും കേട്ടിരുന്നല്ലോ 3-ാം നാൾ കർത്താവായ യേശു ഉയർക്കുമെന്ന്. പിന്നെ എന്തിനാണ് ഈ ലേപനക്കൂട്ടുകൾ? എൻ്റെ ചോദ്യം ഇതാണ്, പിന്നെ എന്തിനാണ് ഈ ലേപനക്കൂട്ടുകൾ? ജീവിതത്തിൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ് പ്രിയമുള്ളവർ. ക്രിസ്തു ഉയർക്കുമെന്ന് അറിഞ്ഞിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും വീണ്ടും, അല്ലെ, ആ ശരീരത്തിൽ വിതറുവാൻ ലേപനക്കൂട്ടുമായി ചെല്ലുന്ന മഗ്ദലനക്കാരത്തി മറിയ. അവിടെ ചെല്ലുന്നു, ശരീരം കാണുന്നില്ല, അല്ലെ, പ്രതീക്ഷിച്ചതൊന്ന്, പക്ഷെ അവിടെ നടന്നത് മറ്റൊന്ന്. അവൾ കരഞ്ഞു തുടങ്ങി. യേശു ചോദിക്കുകയാണ്, സ്ത്രീയെ, യേശുവിൻ്റെ ആദ്യ ചോദ്യം ഇതായിരുന്നു, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ഈ ചോദ്യം ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മകനെ, മകളെ, നീ പ്രസംഗിക്കുന്നുണ്ട്, നീ പാട്ട് പാടുന്നുണ്ട്, നീ നല്ല പ്രാർത്ഥിക്കുന്നു, പക്ഷെ നീ ഇപ്പോഴും നീ എന്തിനാ കരയുന്നത്? എന്തിനാ നീ വിഷാദിക്കുന്നത്? എന്തിനാ നീ അവിശ്വസിക്കുന്നത്? കേൾക്കുന്നുണ്ടോ ഈ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ? നീ എന്നെ ആരാധിക്കുന്നത് എന്തുകൊണ്ട്? നിനക്ക് ഉറപ്പുള്ളതുകൊണ്ട്, വിശ്വാസം. അങ്ങനെയാണോ? അല്ല എങ്കിൽ എനിക്ക് പറയേണ്ടി വരും, നിന്റെ ആരാധനകൾ അത് വ്യാജമാകുന്നു, എന്തിനോ വേണ്ടിയുള്ളതാകും. നീ എനിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ഞാൻ ഈ ലോകത്ത് ദൈവമായി അവതരിച്ചു, ജീവിച്ചു, പ്രവർത്തിച്ചു, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കിയത് കൊണ്ടല്ല നീ എന്നെ ആരാധിക്കുന്നത്, മറിച്ച് എന്തൊക്കെയോ നന്മകൾ പ്രതീക്ഷിച്ചു കൊണ്ട് മാത്രമല്ലേ നീ എന്നെ പിൻപറ്റുന്നത്. അതേ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്ത് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ സാധിക്കും, യേശുവിനെ പിൻപറ്റിയ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ ഭക്ഷണത്തിനായിട്ട് വന്നവരുണ്ടായിരുന്നു. ഏറെയും ഭക്ഷണം, അല്ലേ? ഭക്ഷണത്തിനായിട്ട് എന്തെങ്കിലും തിന്മാൻ കിട്ടും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ കാണുവാൻ, സ്വന്തമാക്കുവാനല്ല, അത്ഭുതങ്ങൾ. യേശു എന്താണ് ചെയ്യാൻ പോകുന്നത്? ചിലരൊക്കെ യേശുവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുവാൻ. ഇങ്ങനെ പല തരത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടുന്നു? നിങ്ങൾ ഇവകളിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? മറിയ കല്ലറയ്ക്കൽ കരയുകയാണ്. അപ്പോഴാണ് യേശു ചോദിക്കുന്നത്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ഇതൊരു വലിയ കരച്ചിലായിരിക്കില്ല. മറിയ ആ പ്രഭാതവേളയിൽ കരഞ്ഞതൊരു വലിയ നിലവിളിയായിരിക്കില്ല. അവൾ ഉള്ളിൽ തേങ്ങുകയാണ്, അല്ലെ? രോദനമാകാം.
ഈ രോദനത്താലിക്കുമ്പോൾ കർത്താവ്, നീ കരയുന്നത് എന്ത് മകളെ? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നീ ഒരു ദൈവദാസനാകാം, ഒരു ദൈവദാസിയാകാം, ഒരു ദൈവ പൈതലാകാം. നീ ഉള്ളിൽ ഇപ്പോഴും നീ രോദനത്താൽ നിറയപ്പെട്ട അനുഭവത്തിലാണോ ജീവിക്കുന്നത്? രോദനമാണോ? ദാറ്റ് മീൻസ് നിന്റെ ക്രിസ്തു ഇതുവരെ ഉയർത്തിട്ടില്ല. ക്രിസ്തുവിനെ കാണാതായിരിക്കുന്നു. എവിടെയോ കണ്ടില്ല, എനിക്ക് ഇവിടത്തും കാണുവാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിലോ എൻ്റെ തൊഴിലിടങ്ങളിലോ ഞാൻ ഇരിക്കുന്ന സിറ്റുവേഷനിലോ എൻ്റെ യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ രോദനപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്. എത്രയോ തവണ ഞാൻ വായിച്ചു കേട്ടു, മറ്റുള്ളവരോട് പറഞ്ഞു ദൈവം സർവ്വവ്യാപിയാണെന്ന്. പക്ഷെ എനിക്കൊന്നും കാണുവാൻ കഴിയുന്നില്ല. ഇതാണോ കാലം ഇത്രയും കഴിഞ്ഞ ഒരു ദൈവ പൈതൽ ചിന്തിക്കുന്നത്? വെർ ഈസ് ഗോഡ്? ദൈവം എവിടെ? പ്രിയമുള്ളവരെ, മറിയ യേശുവിനെ ഒരുപാട് ഹൃദയം കൊണ്ട് സ്നേഹിച്ചിരുന്നു. പക്ഷേ യേശു മരിച്ചിട്ടും അത് അംഗീകരിക്കുവാൻ പറ്റാത്ത ഒരു നിലയിൽ എത്തിപ്പെടുകയാണ്. യേശു ചോദിച്ചതാണ്, നീ കരയുന്നത് എന്ത്? പ്രിയമുള്ളവരെ, കരച്ചിലിന് പരിഹാരം നൽകുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ എത്ര നാൾ നാം കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? ഞാനൊരു ചിന്ത കൂടെ പറയട്ടെ. ക്രിസ്തുവിൻ്റെ അത്ഭുതത്തെ കണ്ടോ? കർത്താവിനെ നിങ്ങൾ നൽകുമെന്ന് കരുതിയോ യേശുവിനെ പിൻപറ്റരുത്. യേശു തരും, യേശു നമ്മെ സഹായിക്കും. പക്ഷേ അതിനും അപ്പുറത്ത് ഐ ലവ് മൈ ജീസസ് മോർ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തെ മറ്റെല്ലാത്തിനെക്കാട്ടിലും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. കാരണം ഹി ഡൈഡ് ഫോർ മൈ സിൻ. ഹി ഡൈഡ് ഫോർ ദ സിൻ ഓഫ് ദ വേൾഡ്. അല്ലേ? യേശു എൻ്റെ പാപങ്ങൾക്കായി മരിച്ചു, ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്കായി മരിച്ചു. ഇതുകൊണ്ട് ഞാൻ എന്നെ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ പിൻപറ്റുന്നു എന്ന് പറയുവാൻ കഴിയണം. എനിക്ക് ഒരു വീട് വാങ്ങുവാൻ, എനിക്കൊരു വസ്തു വാങ്ങുവാൻ, എൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായി ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയരുതേ. അണ്ടർസ്റ്റാൻഡ് യുവർ ജീസസ്. നിങ്ങൾക്കായി മരിച്ചുയർത്ത ക്രിസ്തുവിനെ മനസ്സിലാക്കുക. ഹീസ് റിസൺ. എത്ര സന്തോഷിക്കണം പ്രിയമുള്ളവരെ. നിങ്ങളുടെ പാപങ്ങൾക്കായി മരിച്ചവൻ ഉയർത്ത് ജീവിക്കുന്നുവെങ്കിൽ അതായിരിക്കണം നമ്മുടെ സെലിബ്രേഷൻ, നമ്മുടെ ആഘോഷം അതായിരിക്കണം. യെസ്, ഹി ഈസ് ലിവിങ്. ഹല്ലേലൂയ, ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ പ്രിയമുള്ളവരെ, ഈ ഈസ്റ്റർ ദിനത്തിൽ മനസ്സ് തുറന്ന്, അല്ലെ? ഹി ഈസ് ലിവിങ്, ഹി ഈസ് ലിവിങ്. അവൻ ജീവിക്കുന്നു. ഓ, എത്ര സന്തോഷം. ദൈവമേ, എൻ്റെ വയറുവേദന മാറാനല്ലപ്പാ ഞാൻ അങ്ങ് പിൻപറ്റുന്നത്, അല്ലേ? എൻ്റെ രോഗങ്ങളെല്ലാം അങ്ങ് ചുമന്നു, എൻ്റെ പാപങ്ങളെല്ലാം അങ്ങ് വഹിച്ചു. ഐ ബിലീവ് ഇറ്റ്. ബട്ട് ഇന്ന് ഞാൻ അങ്ങ് സ്നേഹിക്കുന്നത്, വർഷിപ്പ് ചെയ്യുന്നത് കർത്താവേ മറ്റൊന്നിനു വേണ്ടിയല്ല, എൻ്റെ പാപങ്ങൾ ചുമന്നതിനായി, ഈ ലോകത്തിൻ്റെ പാപങ്ങൾ ചുമന്നതിനായി. അതിനുശേഷം മരിച്ചിന്നും ജീവിക്കുന്നത് കൊണ്ട് റിയലി ഐ എം സെലിബ്രേറ്റിംഗ് ദിസ് ഈസ്റ്റർ. ഞാൻ ആഘോഷിക്കുന്നു. അത് മദ്യം കഴിച്ചുകൊണ്ടല്ല, കോഴിക്കറി കഴിച്ചുകൊണ്ടല്ല സെലിബ്രേറ്റ്. ഓക്കെ, അതൊക്കെ കഴിക്കുക, അതല്ല. അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഉള്ളത്തിലൊരു സന്തോഷമുണ്ടല്ലോ, അല്ലേ? ആ രക്ഷകനെ തിരിച്ചറിഞ്ഞ, മനസ്സിലാക്കിയ ഒരു സന്തോഷം. യെസ്, ഐ അണ്ടർസ്റ്റുഡ്, ഐ റിയലൈസ് മൈ സേവിയർ. ഈ രക്ഷകനെ ഞാൻ തിരിച്ചറിയുന്നു എന്നതിൻ്റെ ഒരു സന്തോഷം. എന്നെ തേടി വന്ന രക്ഷകനെ ഞാൻ മനസ്സിലാക്കി, അതിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷം. പ്രിയമുള്ളവരെ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ശരീരത്തെ മാത്രം പ്രതീക്ഷിച്ചെത്തിയ മറിയയ്ക്ക് കർത്താവ് നൽകുന്നത് എന്താണെന്നറിയാമോ? ജീവനുള്ള തൻ്റെ സാന്നിധ്യമാണ്. സി, അതുകൊണ്ട് ബൈബിൾ പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അല്ല ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ. നമ്മുടെ ചിന്തകളല്ല ഒരിക്കലും ദൈവത്തിൻ്റെ ചിന്തകൾ. എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല? നമ്മൾ പലതും എക്സ്പെക്റ്റ് ചെയ്ത് കർത്താവിൻ്റെ അടുക്കൽ പോകും, അല്ലേ? ഇവിടെ മറിയ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ഒരു ഡെഡ് ബോഡി. വെള്ളിയാഴ്ച ദിനം അടക്കം ചെയ്ത് ആ ശരീരത്തെ എക്സ്പെക്റ്റ് ചെയ്ത് പോവുകയാണ്. ഇന്ന് പലരും ഇങ്ങനെയുള്ള ബോഡികളെ അന്വേഷിച്ചാണ് പോകുന്നത് കർത്താവിൻ്റെ അടുക്കലോളം, അല്ലേ? ജീവനില്ലാത്ത കാര്യങ്ങളെ അന്വേഷിച്ചാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കലോളം ചെല്ലുന്നത്. എന്നാൽ ദൈവമോ ഫാർ ഫാർ ഫാർ, അല്ലേ? വളരെ 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 ഉയരത്തിലാണ്, ദൂരത്തിലാണ്. ദൈവിക ചിന്തകൾ, ദൈവത്തിൻ്റെ വഴികൾ. ഇവിടെ ഇതാ ജീവനുള്ള കർത്താവും തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ.
ഡെഡ് ബോഡി കിടന്ന സ്ഥാനത്ത് ഇതാ കർത്താവ് ഉയർത്ത് നിൽക്കുകയാണ്. ദാറ്റ്സ് എ മിറക്കിൾ ഫ്രം ഗോഡ്. ഇതാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവ പൈതലായിത്തീരുമ്പോൾ ഒരു ദൈവ പൈതലിന് അനുഭവിക്കുവാൻ കഴിയുക. മരിച്ചതല്ല, ജീവനുള്ളത്. പ്രിയമുള്ളവരെ, വീണ്ടും മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തെ നോക്കുമ്പോൾ ഇവൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇപ്രകാരം ചിന്തിച്ചു കാണും. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ സുഗന്ധ ലേപനമെല്ലാം കൊണ്ട് പോവുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഇപ്രകാരം ചിന്തിച്ചു കാണും. എന്താണ്? ആ അടയ്ക്കപ്പെട്ട കല്ലറത്തോട്ടത്ത് എല്ലാം ശാന്തതയായിരിക്കും, അല്ലേ? ഒരു ശബ്ദം പോലും കേൾക്കുവാൻ കഴിയുകയില്ല, അല്ലേ? നിശബ്ദത മാത്രം പ്രതീക്ഷിച്ച മറിയയ്ക്ക് യോഹന്നാൻ 20:15 വായിക്കുമ്പോൾ യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. യേശു തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയാണ്. ഇതൊരു മിറക്കിളാണ്. കാരണം ഒരു ശബ്ദവും കേൾക്കുവാൻ കഴിയില്ല. ശബ്ദമില്ലാത്തയിടത്ത് നാം ചെല്ലുമ്പോൾ അവിടെ നമ്മെ ശബ്ദം കേൾപ്പിക്കുകയാണ്. എപ്പോഴെങ്കിലും അത് ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലേ? കാരണം എല്ലാം ഡെഡാ. എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ഇത് നടക്കില്ല. പക്ഷേ അവിടെ എന്തോ കാര്യം നടക്കുന്നുണ്ട്. ഇതവിടെ സംഭവിച്ചു. യേശു തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയാണ്. സ്ത്രീയെ, നീ കരയുന്നത് എന്തോ? ആമേൻ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു മകൻ മരിക്കുന്നു എന്ന് കരുതുക. എൻ്റെ മകനോ മകളോ മരിച്ചു എന്ന് കരുതുക. അടക്കം ചെയ്തു, കല്ലറയിലാക്കി. ഒരു ദിവസം പ്രഭാത വേളയിൽ ഒരു മെഴുകുതിരി കത്തിക്കാൻ നമ്മൾ പോവുകയാണ്. നമുക്കറിയാം അതൊരു ടോംബ്, അല്ലേ? ഒരു സ്മാരകം. അവിടെ ഒന്നുമില്ല. നമ്മുടെ ശബ്ദം നമ്മൾ പുറപ്പെടുവിച്ചാലേ അവിടെ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരു മെഴുകുതിരിയായി പോയി കത്തിച്ച് വയ്ക്കാൻ പോവുക. അപ്പോൾ നമ്മളവിടെ പോയി നിന്ന സമയത്ത് അമ്മേ എന്ന് പറഞ്ഞൊരു വിളി കേൾക്കുന്നു, പപ്പ എന്നൊരു വിളി കേൾക്കുന്നു. വാട്ട് വിൽ ബി യുവർ റെസ്പോൺസ്? നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും? ഇതാ വേദപുസ്തകം പറയുന്നത്, ദൈവത്തിന് സകലവും സാധ്യം. മനുഷ്യൻ എവിടെ പരാജയപ്പെടുന്നു, മനുഷ്യന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു, അവിടെ നിനക്കൊരു ഉയിർപ്പിന്റെ അനുഭവം ഉണ്ടാകും. ബിക്കോസ് വി ആർ വർഷിപ്പിംഗ് ദ റിസൺ ലോർഡ്. നാം ആരാധിക്കുന്നത് ഉയിർത്ത ക്രിസ്തുവിനെയാണ്. Can you believe it? നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുമോ പ്രിയമുള്ളവരെ? അടയപ്പെട്ട സ്ഥലത്ത് തുറക്കപ്പെടുന്ന വാതിൽ, നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടുന്ന എല്ലാ ശബ്ദങ്ങളും അടയുമ്പോൾ, വാതിൽ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ, ഇതാ ഒരു ശബ്ദം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. ഇതാ വരുന്നു നിനക്ക് വേണ്ടി. ദാറ്റ്സ് എ മിറക്കിൾ ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് വലിയ അത്ഭുതമാണ് പ്രിയമുള്ളവരെ. ആ ദൈവത്തിന് മാത്രം കൽപ്പിക്കാൻ കഴിയുന്നതാണ്. ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടില്ലേ, എല്ലാം തകർന്നു കഴിഞ്ഞു. ഈവൻ വിത്തിൻ അവർ ഫാമിലി, വിത്തിൻ അവർ ലൈഫ്, ഇൻ ദ സൊസൈറ്റി എല്ലാം തീർന്നു. ദൈവമേ, ഇനി ഒന്നുമില്ലല്ലോ കർത്താവ്. പക്ഷെ ദൈവം പറഞ്ഞു, യു ക്യാൻ ഹിയർ ഹിസ് വോയിസ്. അവൻ്റെ ശബ്ദം, അവൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുമെന്നുള്ളതാണ്. നയീനിലെ വിധവ, അല്ലെ, തൻ്റെ ഏകമകനെ മരിച്ച് അടക്കം ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. യായിറോസിൻ്റെ മകൾ മരണപ്പെട്ടു. ബഥാനിയിലെ ലാസർ മരണപ്പെട്ടു. ഇവിടെയൊക്കെ എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചെടുത്ത് ഇതാ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കേൾപ്പിക്കുകയാണ്. ബിക്കോസ് വി ആർ വർഷിപ്പിംഗ് ദ ലിവിങ് ഗോഡ്, റിസൺ ലോർഡ്. നാം ആരാധിക്കുന്നത് ഉയർത്ത ക്രിസ്തുവിനെയാണ് പ്രിയമുള്ളവരെ. നിശബ്ദത പ്രതീക്ഷിച്ച മറിയയ്ക്ക് യേശുവിൻ്റെ ജീവനുള്ള വാക്കുകൾ ലഭ്യമാകുകയാണ്. എത്രത്തോളം നമുക്ക് ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നു പ്രിയമുള്ളവരെ? യേശുവിനെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ വാസ്തവത്തിൽ? എത്രത്തോളം, ഹൗ ഫാർ, എത്രത്തോളം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നു എന്ന് ചിന്തിച്ച് നോക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തകർക്കപ്പെട്ടു എന്ന് ചിന്തിച്ച മറിയയ്ക്ക് ദൈവപ്രവൃത്തിയുടെ ഒരു പുതിയ ആരംഭം അവിടെ കാണുവാൻ കഴിഞ്ഞു എന്നതാണ്. ദൈവപ്രവൃത്തിയുടെ ഒരു പുതിയ ആരംഭം. ഇങ്ങനെ എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചു, പക്ഷെ അവിടെ ഒരു പുതിയ ആരംഭം. ദാറ്റ് ഈസ് വി യൂസ് ടു കോൾ അസ് എ ഈസ്റ്റർ. ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ ലോകമെല്ലാം കൊട്ടിയടയ്ക്കുമ്പോഴും അവിടെ ഒരു പുതിയ ഉദയം, അല്ലേ? ബൈബിൾ പറയുന്നു, അവൻ നിൻ്റെ പ്രഭാത നക്ഷത്രമാകുന്നു, അവൻ ഉദയ നക്ഷത്രമാകുന്നു, അവൻ ഉദയ സൂര്യനാകുന്നു. ഒരു രാത്രി കഴിഞ്ഞ് മാറി
പ്രഭാത സൂര്യൻ വരുന്നത് പോലെ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും. അത് ഈ ലോകത്തിലെ ഭൗതികവും ആത്മീയമായ ജീവിത നിലകൾ മാത്രമല്ല, ഉറക്കം പോലെ മരണം നിന്നെ മൂടിക്കളയുമ്പോൾ അത് കഴിഞ്ഞാൽ നിനക്കൊരു പ്രഭാതമുണ്ട്. പർദീസയിൽ നിൻ്റെ ആത്മാവ് സ്വർഗീയൻ്റെ പ്രതിമ ധരിച്ചുകൊണ്ട് എവിടെ ചെല്ലും? പർദീസയിൽ ചെല്ലും. അവിടെ നിനക്കൊരു പുതിയ ഉദയമാണ്. ഇത് പ്രദാനം ചെയ്യുന്നത് കർത്താവാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എക്കാലഘട്ടത്തും മാനസാന്തരത്തിൻ്റെ സന്ദേശം ലോകമെമ്പാടും നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ത്രിയേക ദൈവം ഇത് ഇന്നലെ തുടങ്ങിയതല്ല. മനുഷ്യൻ പാപത്തിൽ വീണ്, മനുഷ്യൻ എപ്പോഴും അത്യാഗ്രഹികളായി പ്രലോഭനത്തിൽ വീണ് അസൂയാലുക്കളായിട്ടൊക്കെ മാറിയ കാലഘട്ടം നമുക്കറിയാം. ആദാമിൻ്റെ ഹൗവയും വീഴ്ച അതുമുതൽ തുടങ്ങിയതാണ്. അതിനുശേഷം ആ കാലഘട്ടം തുടങ്ങി അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ കാലം തുടങ്ങിയേ ദൈവം എന്ത് ചെയ്യാണ്? മാനസാന്തരത്തിൻ്റെ സന്ദേശം തൻ്റെ മക്കളിലൂടെ അയക്കുകയാണ്. നോഹയുടെ കാലഘട്ടത്ത് ശക്തമായ ദൂത് കൊടുക്കുകയാണ്, ശക്തമായ ദൂത്. പക്ഷെ ആര് കേൾക്കുവാൻ? അല്ലേ, ആര് കേൾക്കാൻ? ഒടുവിൽ സംഭവിച്ചെന്താണ്? സർവനാശമാണ്, തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാലഘട്ടത്തും ദൈവത്തെ മനസ്സിലാക്കാത്ത ക്രൈസ്തവർ, ദൈവത്തെ തിരിച്ചറിയാത്ത ക്രൈസ്തവർ, ചിന്തിക്കുക, ദൈവത്തെ തിരിച്ചറിയാത്ത മനസ്സിലാക്കാത്ത പുരോഹിതർ, അങ്ങനെ എനിക്ക് പറയുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ദൈവത്തെ മനസ്സിലാക്കാത്ത ദൈവ വേലക്കാർ ഇന്നും എന്തിനോ എവിടേക്കോ എന്നറിയാതെ പരക്കം പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, എന്തൊക്കെയോ ചെയ്യുകയാണ്, അല്ലെ, അർത്ഥമില്ലാത്ത എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഞാൻ ക്ഷമയെപ്പറ്റി പ്രസംഗിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം, പക്ഷേ എനിക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും വലിയ എന്നെ വേദനിപ്പിക്കുന്ന ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിലൊക്കെ എന്നെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എത്രയോ പ്രസംഗിക്കുന്ന എത്രയോ ദൈവകാലക സോഷ്യൽ മീഡിയയിലൂടെയും അൾത്താരിൽ നിന്നുമൊക്കെ പ്രസംഗിക്കുന്ന എത്രയോ വീരന്മാരായ ശൂരന്മാരായ ദൈവദാസന്മാർ, ക്ഷമിക്കണമെന്ന് എത്രയോ തവണ പഠിപ്പിച്ചവർ, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്ഷമിക്കുന്ന അനുഭവം, അല്ലെങ്കിൽ ഒരാളോട് മനഃപൂർവ്വമായി തങ്ങൾക്ക് വേദന നൽകിയവരെ പൊറുക്കുവാൻ കഴിയുമോ? അല്ലേ, ആ സമയത്തൊക്കെയാണ് ഈ ശാപവാക്കുകളൊക്കെ ഇട്ടിങ്ങനെ ജനത്തെ ഒരുപാട് വിഷമിപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നത്. ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവർ, ഞാനും നിങ്ങളുമൊക്കെ വേദപുസ്തകം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, പക്ഷേ ക്രിസ്തുവിനെ അനുകരിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. എവിടെയൊക്കെയോ ചില തടസ്സങ്ങൾ, ആ കെട്ടുകൾ പൊട്ടിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ, ആയിത്തീരുവാൻ നമ്മെ കൊണ്ട് കഴിയുന്നില്ല. എവിടെയൊക്കെയോ ചില ന്യൂനതകൾ. ചിന്തിക്കുക പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും, സത്യമാണ്. പക്ഷെ അതല്ലേ ക്രിസ്തുവിനെ നമുക്ക് പിൻപറ്റുവാൻ കഴിയുന്നുണ്ടോ? ഏതോ ഒരു ധാരണയുടെ പേരിലല്ലേ നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കല്ലറ തുറന്നു, യേശു ഉയർത്തു, യേശു വീണ്ടും വരും. ഇതിനപ്പുറം എന്താണ്? നമുക്കത് ഇൻവോൾവ് ആകുവാൻ കഴിയുന്നുണ്ടോ? അതിൽ ചേരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവർ, പൗലോസ് പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ടും ആരാധിക്കും, ആത്മാവ് കൊണ്ടും ഞാൻ ആരാധിക്കും. യെസ്, there is a two way of worshiping God. രണ്ട് രീതിയിൽ ദൈവത്തെ ആരാധിക്കാം. ഒന്ന് മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട്, രണ്ട് അറിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്ത് ഞാൻ ഭയങ്കര സങ്കടത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് പ്രിയമുള്ളവരെ, ഭൂരിഭാഗം പേരും ബുദ്ധിയില്ല എന്ന് ആരാധിക്കുന്നത്. നോട്ട് ബൈ സ്പിരിറ്റ്, ആത്മാവിലല്ല. ഈ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ നാം യേശുവിനെ വ്യക്തമായി അനുഭവിച്ചിരിക്കണം, യേശുവിനെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഹു ഈസ് ക്രൈസ്റ്റ്, വേർ ഈസ് ഹീ, എവിടെയാകുന്നു ഈ ക്രിസ്തു, എന്താകുന്നു ഈ ക്രിസ്തു, വാട്ട് ഈസ് ബൈബിൾ, അതെന്താകുന്നു, വാട്ട് ഈസ് ഹിസ് റിസറക്ഷൻ, അവൻ്റെ ഉയിർപ്പ് എന്താകുന്നു. ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ, പ്രിയമുള്ളവരെ, യേശുവിനെ, ഉയർത്ത ക്രിസ്തുവിനെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. അതില്ലാത്തിടത്തോളം ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വിഷാദം, നിരാശ, ഭയം, അവിശ്വാസം ഇവ ജീവിതത്തിൽ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ,
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് നമ്മുടെ ഭാരമെന്ന് പറയുന്നത് അവിശ്വാസം, നമ്മുടെ ഭാരമെന്ന് പറയുന്നത് ഭയം, നമ്മുടെ ഭാരമെന്ന് പറയുന്നത് നിരാശയും വിഷാദമൊക്കെ തന്നെയാണ്. ഇതുമായി യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വാ, ഹിയർ മൈ വോയിസ്, സീ മൈ പ്രസൻസ്. എൻ്റെ സാന്നിധ്യത്തെ നീ കണ്ടുണരുക, എൻ്റെ ശബ്ദം നീ കേൾക്കുക, എൻ്റെ വഴിയെ നീ അനുഗമിക്കുക. നിനക്ക് നന്മയുണ്ടാകും, നിനക്ക് നല്ലതുണ്ടാകും. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവത്തിലായിത്തീരുവാൻ നമുക്ക് പരിശ്രമിക്കാമോ? എല്ലാ പ്രതീക്ഷകളും നിരാശയായി തീർന്ന് ഹൃദയം നൊന്ത് കരയുന്ന മറിയയ്ക്ക് ഉയർത്ത യേശു ക്രിസ്തു നൽകിയത് ഒരു പുതിയ ആശ്വാസം, ഒരു പുതിയ പ്രതീക്ഷ, ഒരു പുതിയ ശക്തി, ഒരു പുതിയ ആരംഭം. അല്ലേ? സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾക്ക് ദൈവം നൽകിയ, ജീവിതത്തിന് നൽകിയത് ആശ്വാസം, പ്രതീക്ഷ, ശക്തി, ഒരു പുതിയ ആരംഭം. പ്രിയമുള്ളവരെ, ഉയർത്ത ക്രിസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ളതാകട്ടെ നമ്മുടെ ഇനിയുള്ള ജീവിതം. ഈസ്റ്റർ ദിനത്തിൽ ആ സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെയും മനസ്സിലാക്കിക്കൊണ്ടുള്ളതാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇനിയുള്ള നാളുകൾ. അതൊരു പുതിയ ആരംഭമായി എടുക്കുക. യെസ്, ഐ വാണ്ട് ടു നോ അബൌട്ട് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്ത്യാനി, പക്ഷേ എനിക്ക് യേശുവിനെ കുറിച്ച് ഇനി അറിയണം, വളരെ ഡീപ്പായിട്ട് പഠിക്കണം, വേദപുസ്തകം പഠിച്ച് മനസ്സിലാക്കണം. എന്താണ് കർത്താവ്, ഈ പ്രകൃതി, ഈ പ്രപഞ്ചം എന്താണ് ഇന്ന് എനിക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? എനിക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ കുടുംബത്തിൽ എനിക്കുള്ളിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ചൊന്ന് പഠിക്കുക. ഒരു പുതിയ ആരംഭമാകട്ടെ ഈ ഈസ്റ്റർ ദിനം. നിങ്ങളുടെ ജീവിതത്തിൽ മറിയയ്ക്ക് ലഭിച്ച ഒരു പുതിയ ഉൾക്കാഴ്ച. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ഞാൻ പറഞ്ഞിട്ടില്ലയോ, ജീവനുള്ളവനെ മരിച്ചവരിൽ നീ അന്വേഷിക്കുന്നത് എന്ത്? ഇന്നത്തെ ഈ സംഘർഷഭരിതമായ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നീ യേശുവിനെ അന്വേഷിക്കുന്നത് എന്ത്? ഒരു വീട്ടിൽ ഒരു അകാല മരണം സംഭവിച്ചു, ഒരിടത്തൊരു കൊലപാതകം നടന്നു, ഒരു പ്രകൃതി ദുരന്തം നടന്നു, ഒരു വലിയ പാൻഡമിക് സീസണിലൂടെ നാം കടന്നുപോയി. ലഹരിയുടെ ഭയങ്കരമായ ഉപയോഗങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബത്തിനുള്ള ആർക്കും ആരോടും സ്നേഹമില്ല. ബൈബിൾ ചോദിക്കുന്നു, മകനെ, മകളെ, നീ ഇതിനെക്കുറിച്ച് വിഷാദിച്ച് ദുഃഖിച്ച് ദൈവം എവിടെയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലേ? നിങ്ങൾ ദൈവം എവിടെയെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണോ? നീ ജീവനുള്ളവനെ ഈ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന്. അവൻ ഇവിടെ ഇല്ല, ഉയർത്തിരിക്കുന്നു. അല്ലേ? ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അവിടെയാണ് നിങ്ങൾക്ക് സമാധാനം, അവിടെയാണ് നിങ്ങൾക്ക് ശക്തി, അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ആരംഭം. പ്രിയമുള്ളവരെ, ഉയരത്തിൽ നിന്നും നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉയരത്തിലേക്ക് ഉയരണം. ഈ ഇവൻറ്റുകളിലേക്കല്ല, ചാവറായിക്കൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷൻ, സാഹചര്യങ്ങളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടുന്നത്. ലുക്ക് ഓൺ ദെയർ. ഈ വർഷത്തെ ഈസ്റ്റർ അതിന് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്, എൻ്റെ ജീവിതത്തിന് ഒരു പുതിയ ആരംഭം. ക്രിസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ട്, ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം തുടങ്ങാമോ? ഇന്നത്തെ ചോദ്യം നിങ്ങളോട് പറയുകയാണ്. അതിന് നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ആദ്യം വന്നത് ആരാകുന്നു? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ അതിരാവിലെ കല്ലറയ്ക്കൽ വന്ന ആദ്യ വ്യക്തി ആരായിരുന്നു? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നാഥ, ഈ നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകമെമ്പാടും നാഥ ഇന്ന് ഈസ്റ്റർ ദിനം ആഘോഷിപ്പിക്കും. ഞങ്ങൾക്ക് നാഥ ദൈവിക സത്യങ്ങളും മർമ്മങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈസ്റ്റർ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അൽഫായും ഒമേഗയും ആദിയും അന്തവും ആദ്യനും ഒടുക്കത്തനുമായ ജീവനുള്ള കർത്താവുള്ള നന്മകളെ ഏറെ അനുഭവിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനം അതിനായി ഞങ്ങളെ സമർപ്പണം ചെയ്യുന്ന പിതാവ്, അവിടെ ഞങ്ങളോട് കൂടെ ഇരിക്കണം. കർത്താവെ, അങ്ങ് വലിയവനാകുന്നു, മഹോന്നതനാകുന്നു, വാക്ക് മാറാത്ത ദൈവം, കരുണയുള്ള ദൈവം, സ്നേഹിക്കുന്ന ദൈവം. കർത്താവ്, ഈ ദിനങ്ങൾ സ്വർഗസ്ഥ പിതാവിൻ്റെ കൃപയും സാന്നിധ്യവും സഹായവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞങ്ങൾ വഴി നടത്തണം. സ്വർഗീയ പിതാവിൻ്റെ മഹത്വം ദർശിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നന്ദി പിതാവ്, എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവ്, ഈ സന്ദേശം കേട്ട എല്ലാവർക്കായി സ്തോത്രം. ഉയർത്ത ക്രിസ്തുവിനോടൊപ്പം ഒരു പുതിയ ആരംഭം എല്ലാ ജീവിതങ്ങൾക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ മഹത്വം ദർശിപ്പാൻ എല്ലാവരെയും ഒന്ന് സഹായിച്ചിട്ട് എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരണം. അടിയന്റെ മേലും പകരുമാറാകണം. അവിടുത്തെ
അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു കൊള്ളണം. നീ മതി യേശു യൂട്യൂബ് ചാനലിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ യുവ സഹോദരങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയെ ബലപ്പെടുത്തണം. യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം വരണം. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ലഭിക്കണം. രാജ്യവും ശക്തിയും മഹത്വം എന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപ, അനുഗ്രഹ, സമാധാന, സന്തോഷം നാം ഏവരും ഇന്നും സദാകാലം കൊണ്ടിരിക്കും മറക്കട്ടെ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ട്, സത്യവേദ പുസ്തകത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ ആരംഭം കുറിക്കാം. ഈസ്റ്റർ ദിനത്തിൽ കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.